ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് എങ്ങനെയാണ് നടുന്നത് എന്നതിനെക്കുറിച്ചാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് തണ്ടാണെങ്കിലും കൊണ്ട് നമുക്ക് പ്ലാന്റ് നടാൻ പറ്റും. നമുക്കിപ്പോൾ ഇവിടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നൊക്കെ തണ്ട് കിട്ടിയാൽ പോലും നടാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നടുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പോസ്റ്റ് എങ്ങനെയാണ് നടുക എന്നുള്ളതിൻ്റെ കുറിച്ചിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ നമ്മൾ കുഴി എടുക്കുമ്പോൾ എന്താ ആഴത്തിലെടുക്കണം? 2 അടി. അപ്പോൾ ഇതിപ്പോൾ 8 അടി പോസ്റ്റ്. അപ്പോൾ 2 അടി പോയിട്ട് 6 അടി കിട്ടും. 6 അടി. ഓക്കെ, അപ്പോൾ അത് ഇടിച്ചമർത്തിക്കോ. അപ്പോൾ നമ്മൾ ഉറപ്പിക്കാൻ പോവാണ് അല്ലേ? നമ്മൾ 4 സൈഡിലും കല്ല് വെച്ചു അല്ലേ? വേറെ കമ്പിയിൽ ഇത് കൂടാണ്ട് ഇതിപ്പോൾ നമ്മൾ 2 അടി കുഴി നമ്മൾ തുറന്നു, എന്നിട്ട് അതിൽ നമ്മൾ പോസ്റ്റ് ഇറക്കുമ്പോൾ ആ പോസ്റ്റിനേക്കാളും കുറച്ചുകൂടി വലിയ കുഴിയാണ് നമ്മൾ ചെയ്യുന്നത്, 1 അടി. ഇനിയിപ്പോൾ നമ്മൾ കല്ലിട്ട് ആ സാധനത്തിനെ ഫിക്സ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം ഈ ഒരു പോർഷൻ 1 അടി വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ ഈ മണ്ണ് ഈ ഭാഗത്ത് നമുക്ക് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഭാഗം എന്ത് വെച്ചാൽ ഈ മണ്ണ് കൂട്ടിയിട്ട് ആ മണ്ണിന്റെ മുകളിലാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത്. നമ്മൾ കൂന കൂട്ടിയിട്ട് ആ കൂനയുടെ മുകളിലാണ് ഇപ്പൊ നമ്മൾ, കാരണം അത് വെള്ളത്തിന്റെ ശല്യം വന്നാലും പ്രശ്നമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ ഇതിൽ തന്നെ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെ ഒന്ന് കൊത്തിയിളക്കാം. കൊത്തിയിളക്കി അങ്ങനെ ഇതിപ്പോ വെള്ളത്തിന്റെ പ്രശ്നം വന്നാലും പ്രശ്നം ഇല്ലാതിരിക്കാൻ നമ്മൾ കൂന അത്രയാണ്. നമ്മളിത് 4 വശം കല്ല് വെച്ചാണ് ടൈറ്റ് ആക്കാം അല്ലേ? 4 വശവും കല്ല് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ടൈറ്റായി. പിന്നെ മണ്ണ് ഫില്ല് ചെയ്തു. അല്ലെങ്കിൽ നമ്മളുടെ കാലിന് ഉറപ്പുണ്ടാവില്ല. ഇത് കോൺക്രീറ്റ് ചെയ്യാൻ പാടില്ല. കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറിച്ചെടുക്കാൻ. ഇതിപ്പോൾ നാളെ നമുക്ക് ഇതിവിടെ ആവശ്യമില്ലെങ്കിൽ പറിച്ചെടുത്ത് നമുക്ക് വേറെ സ്ഥലത്തോട്ട് വേണമെങ്കിൽ നമുക്ക് നീക്കി പ്ലാന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കല്ലിട്ട് ഉറപ്പിച്ചു. അതിന് ശേഷം നമ്മൾ മണ്ണിട്ടേക്കാണ്. നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. അത് മണ്ണ് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അല്ലേ? കുറച്ചും കൂടി പൊന്തിച്ചോടെ. ഇവിടെ ഇത്തിരി വെള്ളത്തിൻ്റെ ഒരു ഈ ഭാഗത്തെ വെള്ളം കെട്ടി നിൽക്കാനുള്ളൊരു ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി നമ്മളിങ്ങനെ ഒന്ന് പൊന്തിക്കും. അത് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് തൈ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കൂട്ടണ മണ്ണിന്റെ കാര്യമുള്ളൂ ഇന്നല്ല. അതെ. ഇങ്ങനെ വകഞ്ഞിട്ടാ ഇതിപ്പോ വളമിടാൻ കുറച്ചും കൂടി വരുന്നു. ഒന്നുകൂടി ഇത് ചാണകവും പിന്നെ എന്താണ്? ചാണകം, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് ഇത് 3ഉം കൂടി മിക്സ് ചെയ്തേക്കണം. അത് മതി. ഇത് വേണ്ട സോജൻ. ഇത് 1 കിലോളം തൂക്കം വരുന്ന എല്ലുപൊടി. ഇതാണ് നമ്മൾ ഒരു പോസ്റ്റ് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് വേപ്പും പിണ്ണാക്ക് ഒരു അര കിലോ 600 ഗ്രാം വേപ്പും പിണ്ണാക്കാണ് ഇത് വരുന്നത്. ഇത് നമ്മൾ സാധാരണ ഒരു 10 കിലോ ചാണകപ്പൊടിയാണ് ഇത് ഇടുന്നത്. ഇത് 3ഉം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ കുഴിക്ക് ഇതാക്കും. ഇത്ര വേണ്ട കേട്ടോ. ഇതിപ്പോ ഒരു 2 വട്ടം. അതെ. പിന്നെ മറ്റേതില് ചാണകത്തിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഇത് നമുക്ക് ഡ്രൈക്കോഡമി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരാഴ്ച കുറച്ച് വെള്ളം തെളിച്ച് വെച്ചിട്ട് കുറച്ചുകൂടി മറ്റേ ഇത് കൂടി ഡ്രൈക്കോഡമി കുറച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾ ഈ കുഴി എടുത്തതിൽ വളം ഇടും. ഇതിൽ വളം ഇടും. ഈ വളം ഇടുമ്പോൾ വളവും മണ്ണും കൂടി കുറച്ച് മിക്സ് ചെയ്തിട്ട് അപ്പോൾ ചുരുക്കം നമ്മൾ ഇത്ര ഒരു 20 കിലോന്റെ ബക്കറ്റാണിത്. അപ്പോൾ ഇത്ര ഒരു ബക്കറ്റ് വളമെങ്കിലും ഇടണം. ഒരു ബക്കറ്റ് 2 ബക്കറ്റ് ഇടും. ഞങ്ങൾ സാധാരണ 2 ബക്കറ്റ് അടിവെള്ളം ചെയ്യുമ്പോൾ നല്ല പ്രോപ്പറായിട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ നേരെ വേര് അതിലേക്ക് അപ്പോൾ നല്ല വളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതെ അതെ ഇവിടെ നമ്മൾ ഏകദേശം 2 ബക്കറ്റിൻ്റെ അടുത്ത് ഇട്ടു. അതെ ഇതൊന്ന് ഇളക്കിക്കോളൂ. ആ ചെറിയതെടുക്ക്, ചെറുതില്ലേ? വളവും മണ്ണും കൂടി മിക്സ് ആവട്ടെ. ഇതിങ്ങനെ നമ്മൾ ഇപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഈ ഭാഗം നമ്മളിങ്ങനെ മാറ്റും. ഈ പോസ്റ്റിനോട് ചേർന്നിട്ടുള്ള ഭാഗം നമ്മൾ ഇതേപോലെ മാറ്റും. എന്നിട്ട് നമ്മൾ 4 സൈഡിലും ഒരേ തൈകൾ 4 സൈഡിലും ഒരേ തൈകൾ വെക്കും. ഇപ്പം നമ്മൾ വയ്ക്കാൻ പോണ തൈകൾ ഈ ഇരിക്കുന്ന തൈകൾ വലിയ തൈകൾ. ഇത് വലിയ തൈകളാണ്. ഇതൊക്കെ അടുത്ത വർഷം ഇതിൽ നമുക്ക് ഫ്രൂട്ട് 100% ഉറപ്പാണ്. അപ്പോൾ നമ്മൾ അടുത്ത വർഷം ഫ്രൂട്ട് ഉണ്ടാക്കി വീഡിയോ എടുത്തിരിക്കും. അപ്പോൾ ഒരു തൈ എടുക്കും. അതെ അതെ തൈ വെച്ചോളൂ. അത് അവിടെ വെച്ച് കട്ട് ചെയ്യും. ബ്ലേഡില്ലേ? ഈ ടൈപ്പ് തൈയാണ് നമ്മൾ ഉണ്ടായത്. അതെ അതെ അതിൻ്റെ മറ്റേ കോലുമായിട്ട് വെച്ച് കെട്ടിയേക്കണതൊക്കെ കട്ട് ചെയ്ത് കളയുന്നു അല്ലേ? ഇനി നമ്മൾ പോസ്റ്റ് മേലേക്ക് ചേർത്ത് വയ്ക്കുകയാണ് അല്ലേ? ഇതിപ്പോൾ ഏത് കളറാണ്? റെഡാണ്. ഇൻസൈഡ് റെഡ്. കവർ പൊട്ടിച്ച് മാറ്റാം. നോക്ക് കെട്ടാനുള്ള വള്ളി എടുത്തോളൂ കേട്ടോ. ഇപ്പോൾ 4 സെയിം കളർ. 4 സെയിം കളർ ഒരേ ഇതാണ്. 4 വന്നിട്ട് റെഡാണ്. വടി അത് ഒന്നുകൂടി ഇതാക്കും. നന്നായിട്ട് പോസ്റ്റിനോട് ചേർന്നിരിക്കുക. ചേർത്തി വെക്കണം. അപ്പോൾ നമ്മൾ അടുത്തതും വെക്കുകയാണ്. പിടിച്ചിട്ട് മുകളിലൊരു കെട്ട് ആദ്യം ബാക്കി മാമ അതവിടെ വെച്ചു. അത് ആ പുള്ളി എടുക്കും. അത് കറക്റ്റായിട്ട് കട്ടിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ 3 എണ്ണം വെച്ചു. അതെ നിലത്ത് വെക്കുന്നത് കട്ടിയിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ സൂക്ഷിച്ച് പിടിക്കണം, അല്ലെങ്കിൽ കഴിഞ്ഞ. അതെ അതെ അതെ. നമ്മുടെ കൃഷിലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. മുകളിലൊന്ന് കെട്ടി കൊടുക്കാതെ ഇനി നമ്മൾ വള്ളി ഇട്ട് കെട്ടാൻ പോകണം അല്ലേ? അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണത് പ്ലാസ്റ്റിക് ചരട്. പ്ലാസ്റ്റിക് ശരി. അവിടെ കെട്ടിക്കോ. ഏകദേശം വലിച്ചു കെട്ടാം അല്ലേ? നല്ലോണം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചെടിയിൽ മുറിഞ്ഞു പിടിച്ചു വേറെ അങ്ങനെ നമ്മൾ കുറച്ച് ഗ്യാപ്പിൽ താഴെ വരെ കെട്ടി.
കുറച്ചുകൂടി താത്തി. ഇനി നമ്മൾ ഈ അതെ, ചാണകപ്പൊടി ചാണകപ്പൊടി കടയിൽ മിക്സ് ചെയ്യും. അപ്പൊ ഈ മിക്സ് ഇത് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ചേർത്ത് അപ്പൊ ഒരു 4 കെട്ടെങ്കിലും കെട്ടി കൊടുക്കണം. അതെ അതെ അതെ. പോസ്റ്റിന്റെ നടുക്ക് കണ്ടിട്ട് അപ്പോൾ ചെടി വെച്ചതിന് ശേഷം ഫസ്റ്റ് നമ്മൾ കെട്ടി കൊടുക്കാം. അതെ അതെ. അല്ലെങ്കിൽ ഇത് മുകളിൽ നിന്ന് പോന്നാൽ ഒടിഞ്ഞു പോകും. അതെ അതെ അതെ. അപ്പോൾ നമ്മൾ 4 തൈ വെച്ചു, 4 കെട്ടും. ഇത്രയും വലിപ്പമുള്ളതായതുകൊണ്ട് നമ്മൾ 4 സ്ഥലത്ത് കെട്ടി. ഇതൊക്കെ അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കൊക്കെ ഫ്രൂട്ടാണ്. ഇതിലൊരു കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വളവും കാര്യങ്ങളും ചെയ്യണം. അടുത്ത കൊല്ലം നമുക്ക് ഫ്രൂട്ട് പൊട്ടും. അതെ അതെ. അതെ, അവിടെ നിന്ന് പോയിട്ട് 2 കമ്പി എടുത്തിട്ട് മറ്റേ ഇതിൻ്റെ ഉള്ളിൽ 2 റൂം ഡോറിൻ്റെ സൈഡ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒരാൾ ഹൈറ്റായി, ചെടിക്ക് ഒരാൾ ഹൈറ്റ് ആയതുകൊണ്ട് നമ്മൾ 6 കെട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് കെട്ടി കൊടുക്കാം. ഇത് പോസ്റ്റിനോട് ശരിക്കും ചേർത്ത് വെച്ച് കെട്ടാം. അപ്പോൾ അത് മെലുകി ഇതിൻ്റെ വേരുകൾ പാസ് ചെയ്ത് പിടിച്ച് നല്ല ടൈറ്റായിട്ട് നിന്നോളൂ. അപ്പോൾ നമ്മളിപ്പോൾ ചെടി വെച്ചു, അത് കഴിഞ്ഞ് ആ വളമൊക്കെ ചെടിയുടെ കടക്കയിലേക്ക് തന്നെ കോരിയിടാം. ഇത്രയും ഹൈറ്റ് ഇവിടെ നമ്മൾ ചെയ്യണത് ഇവിടെ വെള്ളക്കെട്ടിന്റെ ഒരു ചെറിയൊരു വെള്ളത്തിന്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്രയും ഹൈറ്റിന്റെ ആവശ്യമില്ല. നമ്മൾ താഴെ കൊത്തി ഇളക്കി ശരിയാക്കി കൊടുത്താൽ ഇതുണ്ടല്ലോ. ഇതിപ്പോ ഈ ഉണക്കച്ചാണ ആയതുകൊണ്ട് ഇങ്ങനെ കൂടണേ കൊണ്ട് കുഴപ്പമില്ല. പച്ചച്ചാണകം ഇടരുത്. പച്ചച്ചാണകം വെച്ചാല് ഫംഗസ് വരാനായിട്ട് ഇത് ഇങ്ങനെ മുകളിലേക്ക് ഇടരുത്. അപ്പോൾ നമ്മൾ കമ്പി ഇടാൻ വേണം. ടയർ സ്ഥാപിക്കാനുള്ള പരിപാടിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പോസ്റ്റിൻ്റെ മുകളിൽ തന്നെ ഹോളുണ്ട്, അതിൽ 2 കമ്പികൾ പാസ് ചെയ്യണം അല്ലേ? ഇത് നിങ്ങൾ വയ്ക്കണേക്കാളും മുമ്പ് എപ്പോഴും നമ്മളിത് കുത്തി ശരിയാക്കണം. അപ്പോൾ നമ്മൾ കമ്പി അങ്ങനെ ക്രോസായിട്ട് വന്നു. അപ്പോൾ നമ്മൾ ചെടി നട്ടു, ഫൈനലായിട്ട് മണ്ണൊക്കെ ചുറ്റും പിടിപ്പിക്കുകയും കാര്യങ്ങളും ചെയ്യാണ്. വെള്ളം നിൽക്കാനല്ല, വളം താഴേക്ക് പോകും. ഇതെല്ലാം കഴിഞ്ഞു. അത് ഒരു നമ്മൾ ചെടി വെച്ചിട്ട് ആ ചെടിക്ക് നമുക്കൊരു ജീവൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഇതേപോലെ തെളിച്ചു കൊടുക്കും. അല്ലാണ്ട് ഓവറായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ചൂട് സമയമായി തുടങ്ങി. അതെ. രാവിലെ തണുപ്പ് കിട്ടി കഴിയുമ്പോൾ വേര് പെട്ടെന്ന് പാസ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ട് 4 നമ്മൾ നട്ടു. അപ്പോൾ നമ്മളുടെ ചെടി നടൽ കഴിഞ്ഞു. ഇനി നമുക്ക് ടയറും കൂടി മുകളിൽ സ്ഥാപിക്കാം. ഈ കമ്പികളുടെ മുകളിൽ നിൽക്കാൻ പോലെ വയ്ക്കും അല്ലേ? എന്നിട്ട് കെട്ടും. അപ്പോൾ ഈ കമ്പി ടയറിൻ്റെ ഉള്ളിൽ കയറുന്ന പരിപാടി പറ്റില്ലേ? അത് ചെയ്യാം. ഈ ടയറിൽ വെള്ളം നിൽക്കാതിരിക്കാൻ അതിന് ഹോളിട്ടുണ്ടല്ലേ? ഇവിടെ ഹോളുണ്ട്. അത് കൊള്ളാം. അല്ലെങ്കിൽ വെള്ളം കെട്ടി കിടക്കും. ചുറ്റും ഹോളിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കമ്പി ടയറിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ കെട്ടാം. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ഫ്രൂട്ട് പറിക്കാനായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ പ്ലാന്റ് ചെയ്ത് ഇപ്പോൾ ഈ ഒരു സൈഡ് നോക്കൂ സാർ, വേണ്ടില്ലേ? ഈ വരുന്ന സംഭവം ഇനി ഇതുമ്പോൾ കയറി പിടിക്കും. വേരുകൾ ഈ സാധനം കയറി ഒരു 3-4 മാസം കഴിയുമ്പോൾ ഈ മുകളിൽ കയറിയിട്ട് ഈ സാധനം നിലത്തേക്ക് വരുമ്പോൾ ഫ്രൂട്ട്. അടുത്ത വർഷം ഈ സമയം ഇതിൽ ഫ്രൂട്ടാണ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്തു, കാര്യങ്ങൾ ചെയ്തു. ഇനി നമ്മൾ ഒരു 5 ദിവസം കൂടുമ്പോൾ, ഇപ്പോൾ നല്ല വെയിൽ വരാനുള്ള സമയമായി തന്നെ 5 ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. പുതിയതായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് നടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് കറക്റ്റായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തക്ക രീതിയിൽ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഡൗട്ട്സുകളുണ്ടെങ്കിലും ചോദിക്കാം.
അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട് നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.